നമസ്കാരം. ബൈജു സദാനന്ദൻ മണ്ണകം ചാനലിന് വേണ്ടി നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് എറണാകുളം തൃപ്പൂണിത്തുറയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട കലാകാരി പ്രേമ ചേച്ചിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രേമ ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രേമ ചേച്ചിയുടെ കലാവിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രേമ ചേച്ചി ഇവിടെ ഉണ്ട്. പ്രേമ ചേച്ചി നമസ്കാരം. മണ്ണകം ചാനലിലൂടെ പ്രേമ ചേച്ചിനെ പരിചയപ്പെടുത്താൻ വേണ്ടതാണ്. അപ്പോൾ ഇത് ചേച്ചിയുടെ കലാജീവിതവും മറ്റ് കാര്യങ്ങളും നമുക്ക് മണ്ണകം ചാനലിലൂടെ പരിചയപ്പെടുത്താം. ഓക്കെ, മണ്ണകം ചാനലിലൂടെ ഒരു കൂടി പ്രേമ ചേച്ചിയെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ സന്തോഷം. പ്രേമ ചേച്ചി ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും കലാരംഗത്ത് നിൽക്കുന്ന ആളാണ്. നാടകം മാത്രമല്ല, പ്രച്ഛന്നവേഷം, ഗാനം, മോണാക്ടർ, കവിത, അങ്ങനെ നിരവധി മേഖലയിൽ കലാരംഗത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമയിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കലാരംഗത്തേക്ക് വന്ന അനുഭവം മണ്ഡലം ചാനലിനോട് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ആദ്യമേ മണ്ഡലം ചാനൽ എനിക്ക് വേണ്ടി എന്നെ അഭിമുഖം ഇതിന് വേണ്ടി എടുക്കാൻ വന്നതിന് ആദ്യമൊരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ഞാൻ രംഗത്തുണ്ട്. അതായത് പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും നാടകമാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് ഞാൻ കലാരംഗത്തേക്ക് സ്കൂൾ കാലഘട്ടം മുതലേ വന്നേക്കാണ്. ഇതൊന്നും ഫീസ് കൊടുത്തൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. തനതായിട്ട് തന്നെ നമ്മൾ അത് ഗ്രഹിച്ച് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പഠിച്ചത് ചൂരക്കാട് സ്കൂളിലാണ്. അപ്പോൾ അവിടെയാണെങ്കിലും ഇപ്പോൾ ഡാൻസിന് പേര് കൊടുക്കും. പഠിച്ചിട്ടൊന്നുമല്ല, എന്നാലും കളിക്കും. പ്രൈസും മേടിച്ചുകൊണ്ടേ പോരാറുള്ളൂ. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ നാടകമാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ നാടകം എന്നെൻ്റെ ഗുരുനാഥനായ AR രതീശൻ പഠിപ്പിച്ചതുപോലെ തന്നെ നാടകം ജീവിതവുമല്ല, ജീവിതം നാടകവുമല്ല എന്നും പറയാറുണ്ട്. പക്ഷേ എൻ്റെ ജീവിതം കൊണ്ട് നാടകം ജീവിതം തന്നെയാണ്. ആ ഒരു ജീവിതമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. 2009 ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞെങ്കിലും ആ കലയുടെ ഒരൊറ്റ ഇതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും കലാരംഗത്ത് പിടിച്ചു നിൽക്കുന്നത്. ഇന്നും രോഗമോ ഇതൊന്നുമല്ല, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാറ് പോലുമില്ല. ഏറ്റവും വലിയൊരു ഓപ്പറേഷനായിരുന്നു എനിക്ക് കഴിഞ്ഞത്. ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നെ എഴുന്നേക്കില്ല എന്നായിരുന്നു. അതിനെല്ലാം മറികടന്ന് തന്നെ ഞാൻ മുന്നോട്ട് വന്നിട്ട് ഇപ്പോഴും നാടകത്ത് തന്നെ പോകുന്നു. ഏകപാത്ര നാടകമാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് AR രതീശൻ്റെ നാടകമാണ്. അതെൻ്റെ ജീവിതം തന്നെയാണ്. അതിനോടെല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഏറ്റവും ഇതായിട്ട് എൻ്റെ ഭർത്താവ് രാജേന്ദ്രൻ തന്നെയാണ്. രോഗശൈലിയിൽ കിടന്നപ്പോഴും അവിടെ നിന്ന് തന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ എഴുന്നേൽപ്പിച്ച് വീണ്ടും എന്നെ ഈ ഇതിലെത്തിച്ചത് എൻ്റെ ഭർത്താവാണ്. അതിനൊപ്പം തന്നെ രതീശൻ മാഷിനെ എടുത്ത് തന്നെ പറയണം. എൻ്റെ ഗുരുനാഥന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ രതീശൻ മാഷുണ്ട്, കരിപ്പായി ഉണ്ട്, നമ്മുടെ മീനാരാജ് മാഷുണ്ട്, ഷാബു കെ മാധവൻ. ഒരു കാര്യമാണ്, ഇപ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ എല്ലാവരും കലാരംഗത്തുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കലാരംഗത്തു നിന്ന് മാറിയിട്ടില്ല. പക്ഷെ എപ്പോഴാണ് ഒരു നാടകം എൻ്റെ ഒരു ഇടമാണെന്ന് കണ്ടെത്തിയ ഒരു ടേണിംഗ് പോയിന്റ് എന്താണെന്ന് പറയും? സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് പോകുന്നത് മാറി നിൽക്കുമെന്ന് പറഞ്ഞാൽ മാറി നിന്നില്ല. എനിക്ക് അത്രയധികം വിദ്യാഭ്യാസമൊന്നുമില്ല. SSLC ഉണ്ടായുള്ളൂ. അവിടെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ ഞാൻ കലാരംഗത്തേക്ക് കൂടുതലും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ തെരുവ് നാടകങ്ങളിലാണ് ഞാൻ പോയിരുന്നത്. അത് കഴിഞ്ഞ് പാർട്ടിയുടെ തെരുവ് നാടകമാണ് കൂടുതൽ ചെയ്തിരുന്നത്. മാറി നിന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. കാരണം എനിക്ക് പഠനത്തിലും കൂടുതൽ കല തന്നെയായിരുന്നു. മരണശയ്യ എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പറേഷൻ ചെയ്ത് കിടന്നപ്പോഴും ഡോക്ടർ എഴുന്നേക്കില്ല എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര ധൈര്യമാണ്. സ്റ്റേജിലേക്ക് കയറണം, മക്കളെ കാണണം എന്നൊന്നുമല്ല. എനിക്ക് 2 ആൺകുട്ടികളാണ്, അവരെ കാണണമെന്നൊന്നും അല്ലായിരുന്നു. എനിക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് എഴുന്നേറ്റ് നാടകം കളിക്കണം എന്നായിരുന്നു. നാടകരംഗത്തെ കുറേ നാടകത്തിൽ ഇപ്പോൾ പ്രേമ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏത് നാടകമാണ് ഒരു ശരിയായിട്ടൊരു നമുക്ക് കംഫർട്ടായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു നാടകം എന്ന് പറയും? എനിക്ക് കിട്ടിയേക്കുന്ന നാടകങ്ങളെല്ലാം എനിക്കിഷ്ടപ്പെട്ട റോളുകളായിരുന്നു. അതെല്ലാം ചെയ്ത് നമ്മളെ അംഗീകരിക്കുന്ന നമ്മുടെ ഓഡിയൻസ് ആണല്ലോ. എല്ലാവരും ആ കെട്ടിപ്പിടിച്ചും അവരുടെ ആ വർത്തമാനത്തിലൂടെയും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എടുത്ത് പറയത്തക്ക ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായ്കയില്ല. ഇപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന മേരി പൗലോയുടെ നാടകം, അതെനിക്ക് എത്ര സ്റ്റേജ് കളിച്ചാലും മതിയാകുന്നില്ല എന്നുള്ളതാണ്. കാരണം അതെൻ്റെ ജീവിതം തന്നെയാണ്. AR രതീശ മാഷ് എഴുതി വെച്ചത് എൻ്റെ രാജേന്ദ്രൻ്റെയും ജീവിതം തന്നെയാണ്. കുറഞ്ഞു പോയോ എന്നാണ് എനിക്ക് ആ നാടകത്തിൻ്റെ ഇതുകൊണ്ട് തോന്നാറ്. കൂടിയിട്ടില്ല എന്തായാലും.
അതാണ് മേരിപ്പവലോട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പല സംവിധായകന്മാരും ഒരുപാട് അറിവുള്ള ആളുകളൊക്കെ പറയും അതൊന്ന് പൊളിച്ചെഴുതണം, അതൊന്ന് മാറ്റി എഴുതണം എന്നൊന്നും പറയുമ്പോൾ എനിക്കൊന്നും തോന്നാറില്ല. പൊളിച്ചെഴുതി മാറ്റി എഴുതി സമ്മാനം മേടിക്കാനായിരിക്കുമല്ലോ. ഞാൻ സമ്മാനമല്ല അവിടെ കാണുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ കാണുന്ന ഓഡിയൻസ് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ, ആ അംഗീകാരമാണ് ഏറ്റവും വലിയ സമ്മാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് പലരും ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് പൊളിച്ചെഴുതാനോ അങ്ങനെയൊന്നും ഞാൻ മാറ്റാറില്ല. എവിടെ ഏകപാത്ര മത്സരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി പേര് കൊടുക്കും. അവിടെ എനിക്ക് സമ്മാനമേ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ കളിച്ചിറങ്ങുമ്പോൾ ഇത് പറഞ്ഞ് ഞാൻ വീണ്ടും പറയട്ടെ, ഭയങ്കര അഭിപ്രായങ്ങളെ കിട്ടും. ആ അഭിപ്രായമാണ് എന്നെ നാടകം കളിക്കാൻ, ആ നാടകം തന്നെ വീണ്ടും കളിക്കണമെന്നുള്ള സംഗീത നാടക അക്കാദമിയുടെ കിട്ടി. അത് കളിച്ചായിരുന്നു. അല്ല, ഫെലോഷിപ്പ് കിട്ടിയതല്ല, അംഗീകാരത്തിൽ ഈ നാടകം കളിക്കുകയുണ്ടായി. പിന്നെ 2016 അംബേദ്കറിൻ്റെ എക്സലൻ്റ് അവാർഡ് ബാബു പോൾ IAS നിന്ന് വാങ്ങിച്ചു. പിന്നെ നിരവധി പ്രാദേശികവും അല്ലാത്തതുമായ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചേച്ചി പുതിയ സിനിമയിലൊക്കെ അഭിനയിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ സിനിമാ വിശേഷങ്ങളും സിനിമ പ്രവർത്തനവും ആ ഒരു കാര്യങ്ങളൊക്കെ പറയാം. സിനിമയും നാടകവുമായിട്ടുള്ളൊരു ഇത് ഞാൻ പറയാം. നാടകം തന്നെയാണ് നമുക്ക് കൂടുതൽ അഭിനയിക്കാനും ഉള്ളു തുറന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാനും ഒക്കെ നല്ലത് നാടകം തന്നെയാണ്. എന്നാൽ സിനിമയിൽ അവരിങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്തു, അത് അവർക്ക് എന്ത് വേണേലും ചെയ്ത് എങ്ങനെ വേണേലും ആക്കിയെടുക്കാം. എനിക്ക് സിനിമ അഭിനയത്തോട് വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. എങ്കിലും വലിയൊരു നടി എന്ന് പറയാൻ എത്തിയില്ലെങ്കിലും ചെറുതാണെങ്കിലും കിട്ടിയ റോളെല്ലാം നല്ല ഇതായിരുന്നു. സാഹിത്യ വെള്ളക്ക, വെടിക്കെട്ട്. ഇപ്പം ഞാൻ പുതിയത് ഒരെണ്ണം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം അടുത്ത് റിലീസാവും. 7 സിനിമ ചെയ്തു, 6 ഷോർട്ട് ഫിലിം ചെയ്തു. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഓഡിഷൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ നാടകങ്ങളിൽ അഭിനയിച്ചു, ഇപ്പോഴും ഒരു നാടകങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗുരുനാഥന്മാരെക്കുറിച്ച് ചേച്ചി പറഞ്ഞു. അതുകൂടാതെ ശിഷ്യഗണങ്ങളുണ്ട് അവിടെ. ഈ നാടകങ്ങളിങ്ങനെ അഭിനയിച്ച് പോയാൽ മാത്രം മതിയോ? ഒരു പുതിയ നാടകങ്ങൾ എടുത്ത് സംവിധാനം ചെയ്യാൻ അങ്ങനൊരു തയ്യാറെടുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ ആ സംഭവം ഒരു 89 കാലഘട്ടത്തിൽ 89 ആ ഒരു ഇതിൽ EMS ഭവന പദ്ധതിയായിരുന്നു. അതിൽ എറണാകുളം ജില്ലയിൽ ഞാനായിരുന്നു ഡയറക്റ്റ് ചെയ്തത്. അങ്ങനെ ചെറിയ ഇതിലൊക്കെ ഡയറക്റ്റ് ചെയ്ത് പോരുന്നുണ്ട്. പക്ഷെ കൂടുതൽ അഭിനയ രംഗത്തിലാണ് എനിക്ക് കിട്ടാറ്. കാരണം ഡയറക്ഷൻ എന്ന് പറഞ്ഞത് വെറുതെ അങ്ങ് ഓടിപ്പോയി ചെയ്തുകൊണ്ടൊരു ഡയറക്ഷൻ ആവില്ല. അത് ശരിക്കും പഠിച്ച് തന്നെ ചെയ്തു കൊടുത്താൽ മാത്രമേ, ഇപ്പം നമ്മൾക്ക് പറഞ്ഞു തരുന്നവരുടെ ഇത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം. ഡയറക്റ്റ് ചെയ്യാൻ അറിയില്ല എന്നൊന്നും പറഞ്ഞ് മാറിയതല്ല. അഭിനയ രംഗമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാനൊന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങനെയൊക്കെ ചാൻസ് വന്നാൽ ചെയ്യേണ്ടി വന്നാൽ ചെയ്യുകയും ചെയ്യും, മാറില്ല. ശിഷ്യന്മാരെന്ന് പറയാൻ ഞാൻ കൂടുതൽ ഡാൻസിൻ്റെ ഇതിലായിരുന്നു പോയിരുന്നത്. നാടകം ഞാൻ പറഞ്ഞേ ബാലസംഘം പോലുള്ള ഇതിലായി നാടകരംഗത്തേക്ക് പോയേക്കണത്. പിന്നെ പരിഷത്തിൻ്റെ ഇതിനൊക്കെ പോകുമ്പോൾ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് അങ്ങനെ അപ്പോൾ അവർ ശിഷ്യരായിട്ടും ഗുരുവായിട്ടും കാണാൻ പറ്റില്ല. അങ്ങനെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് കുറേ ശിക്ഷണങ്ങൾ അങ്ങനെയുണ്ട്. ഒരു 26 കൊല്ലം ഡാൻസൊക്കെ പഠിപ്പിച്ചിരുന്നു. പിന്നെ നമ്മുടെ രോഗത്തെ ഇതുകൊണ്ട് അങ്ങനെ മാറിക്കേണ്ടി വന്നു. പിന്നെ തിരുവാതിര കളിക്കും, പിന്നെ തിരുവാതിരയൊക്കെ കളിച്ച് തിരുവാതിര കളിക്കും. ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും NSSൻ്റെ കളിച്ച് ഞങ്ങൾക്ക് സെക്കൻഡ് ഉണ്ടായിരുന്നു. അത്യാവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ശിഷ്യഗണങ്ങൾ എന്ന് എനിക്കിതിങ്ങനെ ഇന്നവരെന്ന് അങ്ങനെ പറയാനുള്ള ഇതല്ല. എവിടെയെങ്കിലുമൊക്കെ എനിക്കുള്ളവരൊക്കെ ഏതൊക്കെ അവരൊക്കെ ഞാൻ ഒന്ന് തൊട്ടിട്ടുണ്ടാവും എന്തായാലും. ഈ കരുവള്ളൂർ മുരളിയുടെ ഞാൻ സ്ത്രീ എന്ന ഒരു കവിത. 100 ജന്മങ്ങളായി കരിന്തിരി കത്തിച്ച് ഒടുവിൽ പിടഞ്ഞണഞ്ഞോർ, ഞങ്ങളൊടുവിൽ പിടഞ്ഞണഞ്ഞോർ, ഒരു കാലിലെ ചിലമ്പൂരി ശപിച്ചെറിഞ്ഞൊടുവിൽ പിടഞ്ഞണഞ്ഞോർ, ഞങ്ങളൊടുവിൽ പിടഞ്ഞണഞ്ഞോർ. അറിയുമോ നീ എന്നെ, അറിയുമോ നീ എന്നെ, അറിയുമോ നിങ്ങളെന്നെ,
മകളായി ഭാര്യയായി പെങ്ങളായി അമ്മയായി ജന്മങ്ങൾ തള്ളുമെന്നേ, ജന്മങ്ങൾ തള്ളുമെന്നേ. വഴിവക്കിലെ ചതിക്കുഴികളിൽ വീഴുന്ന പിടയുന്ന പെങ്ങളായി, വഴിവക്കിലെ ചതിക്കുഴികളിൽ വീഴുന്ന പിടയുന്ന പെങ്ങളായി. പുകയും അടുപ്പുകൾ ചിതകളായി തീർന്നതിൽ എരിയുന്ന ഭാര്യയായി, പുകയും അടുപ്പുകൾ ചിതകളായി തീർന്നതിൽ എരിയുന്ന ഭാര്യയായി.